അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എൻ്റെ പക്കലേക്ക് ചെവി ചായിച്ചു. എന്തുകൊണ്ടെന്നാൽ മരണവേദന എന്നെ വലയം ചെയ്തു. സിയോനിലെ പീഡകൾ വന്നു ചേർന്നു. ഞെരുക്കവും ദുഃഖവും എന്നെ ഗ്രസിച്ചു. അപ്പോൾ ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചു. കർത്താവേ, എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് ദയാനിധിയും നീതിമാനുമാണ്. ദൈവമേ, അങ്ങ് കാരുണ്യവാനാണ്. നിഷ്കപടരെ കർത്താവ് പാലിക്കുന്നു. അവിടുന്ന് എന്നെ എളിമപ്പെടുത്തി എന്നെ സംരക്ഷിക്കുകയും ചെയ്തു. എന്റെ ആത്മാവേ, നീ വിശ്രമത്തിലേക്ക് തിരിയുക. കർത്താവ് നിനക്ക് പ്രതിഫലം തന്നു. എന്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും പാതകളെ വീഴ്ചയിൽ നിന്നും അവിടുന്ന് രക്ഷിച്ചു. കർത്താവെ, ജീവിക്കുന്നവരുടെ നാട്ടിൽ ഞാൻ അങ്ങേ പ്രീതിപ്പെടുത്തും. താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങയിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചിരുന്നു. മനുഷ്യരെല്ലാം അസത്യവാദികളാണെന്ന് പരിഭ്രമത്തിനിടയിൽ ഞാൻ പറഞ്ഞുപോയി. താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അങ്ങയിൽ ഞാൻ വിശ്വാസം അർപ്പിച്ചിരുന്നു. മനുഷ്യരെല്ലാം അസത്യവാദികളാണെന്ന് പരിഭ്രമത്തിനിടയിൽ ഞാൻ പറഞ്ഞുപോയി. കർത്താവിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു കൊടുക്കും? രക്ഷയുടെ കാസായി എടുത്തുകൊണ്ട് കർത്താവിന്റെ നാമം ഞാൻ പ്രഘോഷിക്കും. ജനസമൂഹത്തിന്റെ മുമ്പാകെ കർത്താവിനുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും. നീതിനിഷ്ഠരുടെ മരണം കർത്താവിന്റെ കൺമുമ്പിൽ വിലയേറിയതാകുന്നു.
കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു, അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനുമാകുന്നു. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു, അവിടുത്തേക്ക് ഞാൻ സ്തോത്രബലി അർപ്പിക്കും. കർത്താവിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും, ജനസമൂഹത്തിന്റെ മുമ്പാകെ എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. ഓർസ്ലേമേ, നിന്റെ ഉള്ളിൽ കർത്താവിന്റെ ഭവനാങ്കണത്തിൽ ഞാനവ പൂർത്തിയാക്കും. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു, സത്യമായും കർത്താവ് എന്നേക്ക് നിലനിൽക്കുന്നു. കർത്താവിനെ പ്രകീർത്തിക്കുവിൻ, അവിടുന്ന് നല്ലവനാകുന്നു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന്റെ കാരുണ്യം അനന്തമാണെന്ന് ഇസ്രായേൽ പ്രഘോഷിക്കട്ടെ. അവിടുത്തെ കാരുണ്യം അനന്തമാണെന്ന് അഹ്റോൻ വംശം പ്രഘോഷിക്കട്ടെ. അവിടുത്തെ കാരുണ്യം അനന്തമാണെന്ന് കർത്താവിന്റെ ഭക്തർ പ്രഘോഷിക്കട്ടെ. ക്ലേശകാലത്ത് ഞാൻ കർത്താവിനെ വിളിച്ചു, മോചനം നൽകിക്കൊണ്ട് അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. കർത്താവ് എന്റെ സഹായകനാകുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാനാകും? കർത്താവ് എന്റെ സഹായകനാകുന്നു, തന്മൂലം വിരോധികളെ ഞാൻ നേരിടും. മനുഷ്യനേക്കാൾ കർത്താവിനെ ആശ്രയിക്കുന്നത് എത്രയോ ബലശീലമാണ്. അധിപന്മാരെക്കാൾ കർത്താവിനെ ആശ്രയിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. ജനതകളുടെ സംഘം എന്നെ വളഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ ഇല്ലാതാക്കി. അവരെന്നെ ചുറ്റി വളഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. തേനീച്ചകൾ പോലെ അവർ എന്നെ പൊതിഞ്ഞു, എങ്കിലും ഉണക്കപ്പുല്ലിലെ തീ പോലെ അവർ കെട്ടുപോയി. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ ഉന്മൂലനം ചെയ്തു. അവരെന്നെ പിടിച്ചു തള്ളി, ഞാൻ മറിഞ്ഞു വീണു. എന്നാൽ കർത്താവ് എന്റെ സഹായത്തിനെത്തി. കർത്താവാണ് എന്റെ ശക്തിയും മഹിമയും, അവിടുന്ന് എന്റെ രക്ഷകനായി. നീതിനിഷ്ഠരുടെ കൂടാരത്തിൽ നിന്ന് സ്തുതിയുടെയും രക്ഷയുടെയും കീർത്തനം ഉയരുന്നു. കർത്താവിന്റെ വലങ്കൈ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവിന്റെ വലതുകരം എന്നെ ഉയർത്തി, അവിടുന്ന് ശക്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. ഞാനിനി മരിക്കുകയില്ല, ജീവിച്ചിരിക്കും. കർത്താവിന്റെ പ്രവർത്തികൾ ഞാൻ പ്രകീർത്തിക്കും. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എങ്കിലും മരണത്തിന് എന്നെ വിട്ടുകൊടുത്തില്ല. നീതിയുടെ വാതിൽ എനിക്കായി തുറക്കണമേ, ഞാൻ അകത്ത് പ്രവേശിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ കവാടം ഇതാകുന്നു, നീതിനിഷ്ഠർ ഇതുവഴി പ്രവേശിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി രക്ഷയും നൽകി. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു. തിരുസന്നിധിയിൽ ഇത് സംഭവിച്ചിരിക്കുന്നു, നമുക്കിത് ആശ്ചര്യമായിരിക്കുന്നു. ഇത് കർത്താവ് തന്നെ ദിവസമാണ്, വരുവിൻ നമുക്ക് സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, കർത്താവേ, എന്നെ വീണ്ടെടുക്കണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, തിരുഭവനത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. മരച്ചില്ലകൾ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുവേൻ, ബലിപീഠത്തിങ്കിലേക്ക് നീങ്ങുവേൻ. എന്റെ ദൈവമേ, അങ്ങാണ് എന്റെ ദൈവം, ഞാൻ അങ്ങേ പുകഴ്ത്തുന്നു, അങ്ങേ പ്രകീർത്തിക്കുന്നു. കർത്താവിന് നന്ദി പറയവേൻ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നല്ലവനാകുന്നു, അവിടുത്തെ കൃപാനന്ദമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. വിണ്ണിൽ നിന്നിങ്ങാഗതനായി ഉന്നത ദൂതൻ സാമോദം കൃപയാൽ പൂരിതമറിയത്തിൻ സവിധമണഞ്ഞവനേൽപ്പിച്ചു. ത്രിത്വത്തിൻ തിരുനാമത്താൽ മുദ്ര പതിച്ചൊരു സന്ദേശം. നിന്നിൽ നിന്നു പിറക്കുന്നവൻ പരിശുദ്ധനാകുന്നു. ശാന്തി വഴിഞ്ഞിടുമാതൂതിൽ ദൈവികമായൊരു സന്ദേശം. അഖില ജഗത്തിനും ആനന്ദം പകരും നല്ലൊരു വൃത്താന്തം. കന്യക തന്നെ ഉദരത്തിൽ വചനം മാംസമെടുത്തിടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വചനം കേട്ടൊരു മറിയത്തിൽ വചനം ഗാത്രമെടുക്കുന്നു. അത്ഭുതകരമായി ദൈവത്തിൻ പുത്രൻ മാനവനാകുന്നു. വാനവരൊപ്പം മാനവരും താതനു സ്തുതികൾ പാടുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്
അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചുമാണ്. ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും